കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറേ സമയം കോമഡി ഷോയൊക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ലച്ചാ, അത് കണ്ടു കഴിയുമ്പോൾ ഉറക്കം കിട്ടാനാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള പല പല ശൈലികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ഉറക്കം കിട്ടുന്നുണ്ടോ? അച്ഛാ, ഞാൻ ഇന്ന് ഇപ്പം അച്ഛൻ്റെ അടുക്ക വന്നത് അത് പറയാനാ. അത് കണ്ടിട്ടേ ഉറക്കം പോയി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഉറക്കവും കിട്ടി, പക്ഷെ ഇപ്പം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. അച്ഛാ, അത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിന് അടിമത്തമാണത്, അടിമത്തം. ഇത് ഞാനിത് പറയുമ്പോഴത്തേക്ക് കോമഡി കാണരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ചില കാര്യങ്ങൾ കാണുന്നു, അതിനു വേണ്ടി മാത്രം അടിമത്തം. അശ്ലീല ചിത്രങ്ങൾ കണ്ട് രാത്രി കിടക്കുന്നവര്, എന്നിട്ട് ഭാവനയിൽ അശ്ലീല ചിത്രങ്ങളും ഭാവനകളും ഇമേജ് അതിങ്ങനെ തലയിൽ കൊണ്ടു നടക്കുന്നു, ഉറങ്ങുന്നു. ശ്രദ്ധിച്ചോ, അത് അടിമത്തമാണ്, പൈശാചിക പീഡയാണ്. പ്രത്യേകിച്ച് അശ്ലീലമായ കാര്യങ്ങൾ. മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണാൻ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആസ്വദിക്കാം. പക്ഷെ ഓർത്തോണം, നമ്മൾ തമാശയ്ക്കാണെങ്കിലും ജിജ്ഞാസയ്ക്കാണെങ്കിലും കാണുന്നൊരു കാര്യം അത് നിന്റെ തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. വളരെ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ? ചിലരൊക്കെ മൊബൈൽ ഗെയിം കളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓർത്തോണം, അത് വലിയൊരു അടിമത്തമാണ്. അടിമത്തം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട്, ഏതെങ്കിലും ആശയങ്ങൾ കൊണ്ട്, ഏതെങ്കിലും വ്യക്തികൾ കൊണ്ട് നിനക്കൊരു സമാധാനം കിട്ടും, ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റ്. വചനം നിന്നെ ക്ഷണിക്കുന്നത്, നീ വാ, എൻ്റെ പക്കലേക്ക് വാ, എൻ്റെ പക്കൽ നിനക്ക് ആശ്വാസം വെച്ചിട്ടുണ്ട്. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്ത് കാണണ്ട എന്ന് പറയുന്നതോടൊപ്പം എന്ത് കാണണം, എന്ത് വായിക്കണം എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് വചനം വായിച്ചിട്ട് കിടക്കൂ, വചനം ധ്യാനിച്ചിട്ട് കിടക്കൂ. ആ വചനം ഒരു വിത്താണ്. ആ വിത്ത് നിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊട്ടി വളരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഉറക്കം കിട്ടാത്തവരൊക്കെ ഉണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെട്ടവരുണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ ഈ തീരുമാനം എടുത്തോണം. ചില വചനങ്ങൾ എഴുതി വെക്കണം. ആ വചനങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ചിലരുടെ മെമ്മറിയിൽ അത് നിലനിൽക്കണമെന്നില്ല, സാരമില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ആ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നേ. വചനം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28 അല്ലെ? നമ്മളത് വിശ്വസിക്കുന്നു.